രുദ്രയാനം എന്നാണ്. രുദ്രയാനം എന്ന നിലയിൽ രുദ്രനുമായി ബന്ധപ്പെട്ട യാത്ര, ആ ഒരു യാത്രാ പരിപാടി സെലക്ടഡ് ആയിട്ടുള്ള തീർത്ഥാടകന്മാരെ, കാരണം ഇതോടുകൂടി ഈ 108 ശിവാലയങ്ങളും ദുർഗാലയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തീർത്ഥാടനത്തിന്റെ പദ്ധതി ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ജനങ്ങൾക്കറിയണം. അതറിഞ്ഞു കഴിഞ്ഞാൽ ആ നിലയ്ക്കുള്ള ഒരു തീർത്ഥാടനത്തിന്റെ പാറ്റേൺ, തീർത്ഥാടനത്തിന്റെ ഒരു പദ്ധതി ഭാവിയിലേക്ക് തയ്യാറാക്കണം. ഈ യാത്ര കൊണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഉദ്ദേശമുണ്ട്. ആ ഒരു യാത്ര 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയിൽ യാത്ര സംഘടിപ്പിക്കാനും യാത്രയിൽ ഭക്തന്മാരുടെ മേൽ പങ്കെടുക്കാനും താല്പര്യമുള്ള ആളുകളെ മുൻകൂട്ടി സെലക്ട് ചെയ്ത്, കാരണം ഉദ്ദേശശുദ്ധിയുള്ള ആൾക്കാരായിരിക്കണം തീർത്ഥയാത്രയിൽ വരേണ്ടത്. വ്യത്യസ്തമായിട്ടുള്ള ഉദ്ദേശമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അത് പ്രാരംഭമായി മാറും. അത് സംഭവിക്കരുത് എന്നുള്ളതുകൊണ്ട് അത്രയും താല്പര്യമുള്ള ആളുകളെ വെച്ചുകൊണ്ടുള്ള ഒരു വലിയ യാത്ര ഇതിനോട് ബന്ധപ്പെട്ട് 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയുണ്ട്. ഈ യാത്ര സമാപിക്കുന്നത് ഈ യജ്ഞത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഉദ്ഘാടന സമ്മേളനം അന്ന് അവിടെ നടക്കും. ഉദ്ഘാടന സമ്മേളനം പുരോഗമിക്കുന്നതോടുകൂടി ആചാര്യവരണം, ഈ യജ്ഞത്തിന്റെ ആചാര്യവരണം എന്നുള്ള ക്രിയയ്ക്ക് നാന്ദി കൊടുക്കുകയായി. പിറ്റേ ദിവസം രാവിലെ മുതൽ അതിരുദ്ര മഹായജ്ഞം നവംബർ 1-ാം തീയതി തുടങ്ങി 11 ദിവസം കൃത്യമായ വ്യവസ്ഥയിൽ, കൃത്യമായ ഓർഡറിൽ, കൃത്യമ സമയത്ത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് ആര്? ഇതിന് പങ്കാളികളാകുന്നതാര്? വേദം അറിയുന്ന, ശ്രീരുദ്രം വിദ്യാമണ്ണം പഠിച്ചിട്ടുള്ള, സ്വരത്തോടുകൂടി അത് ചൊല്ലാനറിയുന്ന, അക്ഷരത്തെറ്റില്ലാതെ മന്ത്രശുദ്ധിയോടുകൂടി ചൊല്ലാനറിയുന്ന തെരഞ്ഞെടുക്കപ്പെട്ട 121 ആചാര്യന്മാർ. ആ 121 ആചാര്യന്മാർ വൈദിക ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്നു. ആ വൈദിക ശ്രേഷ്ഠന്മാര് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള വൈദിക ശ്രേഷ്ഠന്മാരെ കുറിച്ച് നമുക്കൊരു ചിത്രം ഉണ്ടാകാം. നമ്മൾ ആ വൈദിക ശ്രേഷ്ഠന്മാരായ ഈ യജ്ഞത്തിൽ ആചാര്യന്മാരായിട്ടോ അല്ലെങ്കിൽ ഉപദേശകന്മാരായിട്ടോ രക്ഷാധികാരിമാരായിട്ടോ ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പ്രഖ്യാപിക്കാത്തത് ഇന്ന് അവരുടെ കൺസെന്റ് വാങ്ങിച്ചിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ്. ഈ 6 വൈദികന്മാരെയും ഞാൻ പ്രത്യേകം പറയുന്നത് 6 പേര് യാഗാധികാരമുള്ള 6 വൈദിക ശ്രേഷ്ഠന്മാരാണ്. അവരാണ് ഇവിടുത്തെ ആചാര്യ സഭ എന്നുള്ളത്. ആചാരാനുഷ്ഠാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ, ഇന്നതിന് പ്രസക്തി എത്രമാത്രം ഉണ്ടെന്നുള്ള വേറെ വിഷയം, നിശ്ചയിക്കുന്നതും മാറ്റം വരുത്തുന്നതും ഒക്കെ അവർക്കാണ് അതിനുള്ള അധികാരമുണ്ടായത്. ആ ആചാര്യന്മാരെ മുഴുവൻ തന്നെ ഈ അതിരുദ്രവുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കണം. ഈ ആചാര്യന്മാർ 6 പേരും ഒരുമിച്ച് പങ്കെടുത്തിരിക്കുന്ന ഒരു വേദി നമുക്ക് ചിലപ്പോൾ അറിയുന്നത് സ്വർഗീയരായിട്ടുള്ള മാധവജി ജീവിച്ചിരിക്കുന്ന സമയത്ത് പാലിയം വിളംബരം അതിനോട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വൈദിക സഭ ഒരുമിച്ച് കൂടാനും ഒരു തീരുമാനമെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇന്ന് ഈ യജ്ഞത്തോടുകൂടി ഈ ആളുകളെ വീണ്ടും ഒന്നിപ്പിക്കാനും ഒരു വേദിയിൽ കൊണ്ടുവരാനും അവരെയൊക്കെ ആദരിക്കാനും ഈ യജ്ഞവുമായിട്ട് ബന്ധിപ്പിക്കാനും കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു. അവരൊന്ന് ബ്രഹ്മശ്രീ കൈമുക്ക് വൈദികൻ ശ്രീധരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ കപ്ലിങ്ങാട്ട് ദിവാകരൻ നമ്പൂതിരിപ്പാട്, ബ്രഹ്മശ്രീ പന്തൽ വൈദികൻ ദാമോദരൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ പെരുമ്പടപ്പ് വൈദികൻ ഋഷികേശൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ തൈക്കാട് വൈദികൻ കേശവൻ നമ്പൂതിരി, ബ്രഹ്മശ്രീ ചെറുമുക്ക്